വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് SSLC മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ, അതായത് സഫറോംകി ജുഗൽബന്ദി എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടാകും എന്നും വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതേ യൂണിറ്റിലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ജിന്ദഗി ക സഫർ എന്ന ചാപ്റ്റർ ആണ്. അപ്പോ എന്താണ് ജിന്ദഗി എന്ന് വെച്ചാല്? ജിന്ദഗി എന്ന് വെച്ചാല് ജീവിതം. സഫർ എന്ന് വെച്ചാൽ നമുക്കറിയാം, യൂണിറ്റിന്റെ പേര് തന്നെ സഫറോംകി ജുഗൽബന്ദി എന്നാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇതൊരു യാത്രയെ കുറിച്ചുള്ള യൂണിറ്റ് ആണ്. അപ്പൊ സഫർ എന്ന് വെച്ചാൽ യാത്ര, ജിന്ദഗി കാ സഫർ എന്ന് വെച്ചാൽ ജീവിത യാത്ര, ലൈഫ് ജേണി. അപ്പോ ഇത് ഒരു ഹൈക്കു ആണ്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു 3 ഹൈക്കു ആണ് പഠിക്കാനുള്ളത്. ഒന്ന് സുരംഗമ യാദവിന്റെ ഒരു ഹൈക്കു, രണ്ടാമത്തേത് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ, പിന്നെ കമല നിഖുർപ്പ അവരുടെ ഒരു ഹൈക്കു. അങ്ങനെ 3 ഹൈക്കു ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ തുടങ്ങുന്നതിന് മുന്നേ മിസ് ഒന്ന് ചോദിക്കട്ടെ, എന്താണ് മക്കളെ ഈ ഹൈക്കു എന്ന് വെച്ചാല്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് ഹൈക്കു എന്നത് ഒരു ജാപ്പനീസ് കവിതാ രൂപമാണ്. അത് ഒരു 3 വരികളിൽ മാത്രം എഴുതപ്പെടുന്ന ചെറിയൊരു കവിതയാണ്. ഓക്കെ, ഇന്ന് മലയാളത്തില് മലയാളത്തിൽ മാത്രമല്ല പല ഭാഷകളിലും എഴുതപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 ലൈൻസ് മാത്രമേ ഉണ്ടാകാറുള്ളൂ. ആദ്യത്തെ ലൈനിൽ 5 ലെറ്റേഴ്സും, രണ്ടാമത്തെ ലൈനിൽ 7 ലെറ്റേഴ്സും, മൂന്നാമത്തെ ലൈനിൽ പിന്നെയും 5 ലെറ്റേഴ്സ്, അങ്ങനെ 17 അക്ഷരങ്ങൾ ചേർന്ന ഒന്നാണ് ഹൈക്കു എന്ന് പറയുന്നത്. മനസ്സിലായോ എൻ്റെ മക്കൾക്ക് എന്താണ് ഹൈക്കു എന്ന് വെച്ചാല്? അപ്പൊ ഈ ഹൈക്കു എവിടെ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത്? ജപ്പാനിൽ നിന്നാണ്. ഓക്കെ, പക്ഷെ ഇന്ന് മലയാളം ഉൾപ്പെടെ ലോകത്തിന്റെ എല്ലാ ഭാഷകളിലും അത് എഴുതപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് പിന്നെ അതിനകത്ത് പറയാനുള്ളത്? അതായത് പ്രകൃതിയെ കുറിച്ച് അല്ലെങ്കിൽ ഭാവങ്ങളെ കുറിച്ചൊക്കെയാണ് ചെറിയ വാക്കുകളിൽ ഈ ഹൈക്കു എഴുതപ്പെടുന്നത്. ഓക്കെ, അതായത് ചെറിയ വാക്കുകൾ കൊണ്ട് വലിയ ആശയം അല്ലെങ്കിൽ വലിയ സന്ദേശമാണ് നമുക്ക് ഹൈക്കു തരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹൈക്കു കവിതകൾ കൊണ്ട് കുട്ടികൾക്ക് ഭാവനാ ശക്തി വളരാനായിട്ട് സഹായിക്കുന്നുണ്ട്. കാരണം ഇത് 3 ലൈനിലാണെങ്കിലും അതിനകത്ത് ഡീപ്പായിട്ടുള്ള ഒരു മീനിങ്സ് ഉണ്ടാകും. മനസ്സിലായോ എൻ്റെ മക്കൾക്ക് എന്താണ് ഹൈക്കു എന്ന് ഇപ്പൊ ഏകദേശം മനസ്സിലായോ? അപ്പോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു 3 ഹൈക്കു ആണുള്ളത്. ഒന്നാമത്തെ ഹൈക്കു സുരംഗമ യാദവ്, രണ്ടാമത്തെ ഹൈക്കു ഗോപാൽ ബാബു ശർമ്മ, മൂന്നാമത്തെ ഹൈക്കു കമല നിഖുർപ്പ. അപ്പൊ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം ആദ്യം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ആദ്യം നമുക്ക് ഡോക്ടർ സുരംഗമ യാദവിനെ പരിചയപ്പെടാം. ഡോക്ടർ സുരംഗമ യാദവ് കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവ. അതായത് ഡോക്ടർ സുരംഗമ യാദവ് ജനിച്ചത് എവിടെയായിരുന്നു? ഉത്തർപ്രദേശിലാണ്. യാദോം കെ പഞ്ചി, ഭാവ് പ്രകോഷ്ഠ്, ഗായകി സതി ആദി ഉൻകെ പ്രസിദ്ധ ഹൈക്കു സംഗ്രഹ് ഹെ. അപ്പോ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹൈക്കു ശേഖരങ്ങള്? ഡോക്ടർ സുരംഗമ യാദവിന്റെ പ്രധാനപ്പെട്ട ഹൈക്കു സംഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? പ്രശസ്തമായ ഹൈക്കു സംഗ്രഹങ്ങള് യാദോം കെ പഞ്ചി, ഭാവ് പ്രകോഷ്ഠ്, ഗായകി സതി മുതലായവയാണ്. ഓക്കെ, രാംധാരി സിംഹ ദിനകർ പുരസ്കാർ സേ വേ സമ്മാനിത് ഹെ. അതുപോലെ രാംധാരി സിംഹ് ദിനകർ പുരസ്കാരം, അതായത് അവാർഡ് നൽകി അദ്ദേഹത്തെ, അതായത് ഡോക്ടർ സുരംഗമ യാദവിനെ ആദരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോ സുരംഗമ യാദവിന്റെ ജന്മ എന്നായിരുന്നു? 19 ജൂൺ 1970, അതായത് ജൂൺ 19, 1970 ഡോക്ടർ സുരംഗമ യാദവ് ജനിച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ. നോക്കിയേ, ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ കാ ജന്മ ഉത്തർപ്രദേശ് കെ അലിഗഡ് മേ ഹുവ. അപ്പോൾ ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ എവിടെയാണ് ജനിച്ചത്? ഉത്തർപ്രദേശിലെ അലിഗഡിലാണ് ജനിച്ചത്.
वे श्री वार्ष्णेय पोस्ट ग्रेजुएट कॉलेज അലിഗഡ് കെ ഹിന്ദി വിഭാഗ് മേ റീഡർ ധേ. അപ്പോ അലിഗഡിലെ എന്താണ് ശ്രീ വാർഷ്ണീയ ബിരുദാനന്തര പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദാനന്തര കോളേജിലെ ഹിന്ദി വിഭാഗ് മേ റീഡർ ധേ, അതായത് ഹിന്ദി വിഭാഗത്തില് റീഡർ ആയിരുന്നു, വായനക്കാരനായിരുന്നു. सरहदों ने जब पुकारा मोती कच्चे धागे में काफिले रोशनी के महके ഹരസിൻഗാർ ആദി ഉൻകി പ്രമുഖ കൃതിയായ ഹെ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? സർഹദോംനെ ജബ് പുക്കാര, മോത്തി കച്ചെ ധാഗെ മേ, കാഫിലെ റോഷ്നി കെ, മഹക്കെ ഹർ സിംഗാർ മുതലായവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, ഓക്കെ, ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ ജനിച്ചത് എന്നായിരുന്നു? 4/1932, അതായത് ഡിസംബർ 4, 1932 ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ ജനിച്ചത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കമലാ നിഖുർപ്പയാണ്. കമലാ നിഖുർപ്പ കാ ജന്മ ഉത്തരാഖണ്ഡ് മേ ഹുവ. അപ്പൊ കമലാ നിഖുർപ്പ ജനിച്ചത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. വിഭിന്ന സാഹിത്യക പത്രികാവും തഥാ കാവ്യ സംഗ്രഹവും മേ ഹൈക്കു, സംസ്മരൺ, കവിതായേം ആദി പ്രകാശിത് ഹെ. അതായത് ഹൈക്കു, സംസ്മരൺ ഓർമ്മക്കുറിപ്പുകൾ, കവിതകൾ തുടങ്ങിയവ വിവിധ സാഹിത്യ മാസികകളിലും കവിതാ സമാഹാരങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംപ്രതി കേന്ദ്രീയ വിദ്യാലയമേ പ്രാചാര്യാഹേ. അപ്പോ ഇപ്പോ നിലവില് അവർ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രാചാര്യാണ്. പ്രാചാര്യ മീൻസ് പ്രിൻസിപ്പൽ ആണ്. കമലാ നിഖുർപ്പ ജനിച്ചത് എന്നാണ്? 5 ഡിസംബർ 1967 ആണ്. ഓക്കെ, അപ്പോ ജനിച്ചത് ഡിസംബർ 5, 1967 അപ്പോ ഇവരെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം, ഹൈക്യൂലേക്ക് പോകാം, ഓരോ ഹൈക്യൂലേക്കും പോകാം. അപ്പൊ അതിനു മുന്നേ ടീച്ചർ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ഹൈക്കു സുരംഗമ്മ യാദവിന്റെ ഹൈക്കു ആണ്. ജസ്റ്റ് മിസ് ഒന്ന് റീഡ് ചെയ്യാം. സൂഖ യാ ബാഡ് സാഹക്കെ ആംഗൻ സദാ ഫുഹാർ. അതായത് ആദ്യം മിസ് വേർഡ് മീനിങ്സ് പറയാം, പിന്നെ ലൈൻ മീനിങ്സ് ആയിട്ട് അത് പറഞ്ഞു തരാം, എന്നിട്ട് അതിന്റെ ഡീപ്പായിട്ടുള്ള മീനിങ്സും പറഞ്ഞുതരാം. അപ്പൊ സൂഖ എന്ന് വെച്ചാല് വരൾച്ച, ബാഡ് എന്ന് വെച്ചാല് വെള്ളപ്പൊക്കം, സാഹബ് എന്ന് വെച്ചാല് പണക്കാരൻ, ആങ്കൻ നമുക്കറിയാം മുറ്റം എന്നാണ് അർത്ഥം വരുന്നത്, സദാ എല്ലായ്പ്പോഴും, ഫുഹാർ മീൻസ് ഒരു തുള്ളി വെള്ളം, ചെറിയ തുള്ളി എന്നാണ് അർത്ഥം. അപ്പോ അതിനകത്ത് ആ വേർഡ് മീനിങ്സ് മിസ് പറഞ്ഞു. ഇനി ലൈൻ മീനിങ്സ് എന്താന്ന് പറഞ്ഞുതരാം. സൂഖാ യാ ബാഡ് സാഹബ് കെ ആങ്കൻ സദാ ഫുഹാർ എന്ന് വെച്ചാല് വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും ധനികന്റെ, സാഹബിന്റെ, സാഹബ് മീൻസ് പണക്കാരന്റെ മുറ്റത്ത് എപ്പോഴും ഒരു തുള്ളി വെള്ളം മാത്രമായിരിക്കും. ഓക്കെ, അപ്പോ അതായത് അതിന്റെ ഡീപ്പായിട്ടുള്ള മീനിങ്സ് എന്ന് വെച്ചാല് സമൂഹത്തിലെ, ഇവിടെ പറയുന്നത് സമൂഹത്തിലെ 2 വിഭാഗങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് സാഹബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേക അധികാരമുള്ള ആള് അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനമുള്ള ആള് എന്ന അർത്ഥത്തിലാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ വരി സൂചിപ്പിക്കുന്നത് സാധാരണക്കാരായ ആൾക്കാരെയാണ്. സുഖ യാബാഡ്, അവരുടെ ജീവിതത്തിന് ഒരു സ്ഥിരതയില്ല. ചിലപ്പോൾ വരൾച്ചയായിരിക്കാം,
മറ്റു ചിലപ്പോൾ എന്തായിരിക്കാം? വെള്ളപ്പൊക്കവും ആയിരിക്കാം. അപ്പോ വരൾച്ച അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിതത്തിലെ സമൃദ്ധി അല്ലെങ്കിൽ ക്ഷാമം, ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ ജീവിതത്തിൽ ദുഃഖവും സുഖവും സ്ഥായിയായി നിൽക്കാറില്ല. അതായത് ചിലപ്പോൾ സുഖമായിരിക്കും, ചിലപ്പോൾ ദുഃഖമായിരിക്കും, അങ്ങനെ എപ്പോഴും അത് മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെന്താണ്? അതായത് അവർക്ക് എപ്പോഴും പരിസ്ഥിതികളോട് അല്ലെങ്കിൽ ചുറ്റുപാടുകളോട് യുദ്ധം ചെയ്താണ് അവര് ജീവിക്കുന്നത്. അതായത് അവരുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സംഘർഷം നിറഞ്ഞതായിരിക്കും. എന്നാൽ സാഹബ് കെ ആംഗൻ, അതായത് സാഹബ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേക അധികാരമുള്ള വ്യക്തി അല്ലെങ്കിൽ പണക്കാരൻ, യാ സമൂഹത്തിൽ സ്ഥാനമുള്ള വ്യക്തി. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരുടെ മുറ്റത്ത്, മുറ്റം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിത സാഹചര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ എന്തായിരിക്കും അവരുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത്? ബാഹ്യമായ സാഹചര്യം എന്തുമാകട്ടെ, അതായത് വെള്ളപ്പൊക്കമാകട്ടെ വരൾച്ചയാകട്ടെ എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടുകൾ എന്തായാലും എന്തുണ്ടായാലും നല്ല കാലം വന്നാലും അവരെ സംബന്ധിച്ച് ഇത് രണ്ടും അധികമായിട്ട് അവരെ ബാധിക്കാറില്ല. പക്ഷെ ഇതൊക്കെ ബാധിക്കുന്നത് നമ്മുടെ സാധാരണക്കാരായ ആൾക്കാരെ മാത്രമാണ്. അതാണ് നമ്മളുടെ ഒന്നാമത്തെ ഹൈക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഹൈക്കിലേക്ക് പോകാം. അപ്പോൾ രണ്ടാമത്തെ ഹൈക്കു ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയുടേതാണ്. അപ്പൊ നമുക്ക് ലൈൻ നോക്കാം. പിതാനെ ढूंढी लाठियां बुढ़ापे की ദീപ്തി നഹീം. അതായത് പിത എന്ന് വെച്ചാൽ അച്ഛൻ, ढूंढീം അന്വേഷിക്കുക, ലാഠിയാം, ലാഠിയാം എന്ന് വെച്ചാൽ ഊന്നുവടി, ബുഢാപ്പെ വാർദ്ധക്യം, ദീപ്തി നഹി കാണുക, ദീപ്തി മീൻസ് കാണുക. അപ്പൊ അതായത് ആ വേർഡ് മീനിങ്സ് മിസ് പറഞ്ഞു, ഇനി ലൈൻ മീനിങ്സ് പറഞ്ഞുതരാം. അതായത് പിതാനെ ढूंढീം, അച്ഛൻ അന്വേഷിച്ചു. എന്താണ് അന്വേഷിച്ചത്? ലാഠിയാം ബുഢാപ്പേക്കി, അതായത് വാർദ്ധക്യാവസ്ഥയില് എന്താണ് സഹായമായിട്ട് എന്ത് വേണം? ഊന്നുവടി വേണം അല്ലെ? അപ്പൊ അച്ഛൻ അതാണ് അന്വേഷിക്കുന്നത്. ദീപ്തി നഹീം, പക്ഷെ അത് ഒരിടത്തും കാണാൻ സാധിച്ചില്ല. അപ്പോ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാർദ്ധക്യാവസ്ഥയിലുള്ളവരുടെ ദുരിതത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് വൃദ്ധരായവരോട് നമുക്കറിയാം ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താണ് പൊതുവെ താല്പര്യക്കുറവാണ്. അവരുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാനൊക്കെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം അതുപോലെ ഒരുപാട് മാതാപിതാക്കളെ മക്കള് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നതും അവരെ നോക്കാതെ തിരിഞ്ഞു പോലും നോക്കാതിരിക്കുന്നതൊക്കെ നമുക്ക് അറിയാം. അതല്ല, വീട്ടിലാണെങ്കിൽ തന്നെ അവര് നന്നായിട്ട് കെയർ ചെയ്യുകയില്ല, അവർക്ക് വേണ്ട പിന്തുണകൾ കൊടുക്കാറില്ല. അവർക്ക് ഫുഡൊക്കെ കൊടുക്കും, പക്ഷെ അവർക്ക് വേണ്ട മാനസികമായിട്ടുള്ള പിന്തുണകൾ വളരെ കുറവാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇവിടെ ലൈൻ മീനിങ്സ് നമ്മൾ പറഞ്ഞു. അച്ഛൻ അന്വേഷിക്കുകയാണ്, പിതാനെ ढूंढീം, അച്ഛൻ അന്വേഷിച്ചു. എന്താണ്? ലാഠിയാ ബുഢാപേക്കി, അതായത് വാർദ്ധക്യാവസ്ഥയിൽ സഹായമായിട്ടുള്ള എന്താണ് ആ ഊന്നുവടിയാണ് അച്ഛൻ ഇവിടെ അന്വേഷിക്കുന്നത്. ദിക്തി നഹി, പക്ഷേ ഒരിടത്തും അത് കാണാൻ സാധിച്ചില്ല. ഇവിടെ ഇതിന്റെ ഡീപ്പായിട്ടുള്ള മീനിങ്സ് നമ്മൾ പറയുകയാണെങ്കിൽ വാർദ്ധക്യാവസ്ഥയിൽ അന്വേഷിക്കുന്ന ഊന്നുവടി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് അച്ഛൻ അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൽ ഒരു സഹായമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സഹായം ഒരിടത്തു നിന്നും കിട്ടുന്നില്ല. ഇവിടെ ലാഠിയാം ബുഢാപ്പേക്ക് എന്ന് പറയുന്നത് നമ്മൾ വയസ്സാകുമ്പോൾ എന്താണ് ഊന്നുവടിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വടിയെ മാത്രമല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വാർദ്ധക്യത്തില് തങ്ങൾക്ക് തുണയായി നിൽക്കുന്ന മക്കളെയോ അല്ലെങ്കിൽ കൂട്ടായി നിൽക്കുന്ന മറ്റ് സഹായികളെയോ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടായി നിൽക്കുന്ന വീട്ടുകാരെയോ അല്ലെങ്കിൽ നാട്ടുകാരെ, ചിലപ്പോൾ നാട്ടുകാരായിരിക്കും അവർക്കൊരു മെന്റൽ സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആരൊക്കെയാണ് അച്ഛൻ അന്വേഷിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ സഹായം എന്ന് പറയുന്നത് വെറുതെ ഒരു ശാരീരികമായിട്ട് കിട്ടുന്ന ഒരു സഹായം മാത്രമല്ല അന്വേഷിക്കുന്നത്, മറിച്ച് അവർക്കൊരു ആശ്വാസ സമയത്ത് മാനസികമായിട്ട്, അതായത് ആശ്വാസത്തിന് വേണ്ടിയിട്ട്
ഒരു ആവശ്യം വരുമ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് പിന്തുണയ്ക്കാൻ അങ്ങനെയുള്ള സഹായം കൂടിയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഓക്കെ, അതാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വീടുകളിൽ വയസ്സായവർക്ക് മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല, കൊടുക്കാറില്ല. നമുക്ക് നന്നായിട്ട് അറിയാം. അവരെ എങ്ങനെ ഒഴിവാക്കാം എന്ന് ചിന്തിക്കുന്ന മക്കളാണ് ഇന്നത്തെ തലമുറയിലുള്ളത്. അപ്പോ അവരെ നോക്കാതിരിക്കുമ്പോൾ അവരെന്താണ്, ഒറ്റപ്പെട്ടു പോകും അല്ലെ. ഏകാന്തതയും അതുപോലെ അവഗണനയും ഒക്കെ അവര് അനുഭവിക്കേണ്ടി വരും. അവർ ഉള്ളുകൊണ്ട് കരയുകയായിരിക്കും അല്ലെ. അപ്പോ സ്നേഹത്തിന്റെ, അതായത് മക്കള് നിങ്ങൾ വളർന്നു വലുതാകുമ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്യണം, ആദരിക്കുകയും അതുപോലെ നല്ല രീതിയിൽ കെയർ ചെയ്യുകയൊക്കെ വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരിതാണ് നമുക്ക് ഈ ഒരു ഹൈക്കിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായ എൻ്റെ മക്കൾക്ക്? അതായത് നമ്മള് എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മളുടെ മക്കൾ കണ്ടു വളരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ നമ്മളുടെ മാതാപിതാക്കളെ കെയർ ചെയ്യാതെയും അവരെ അവഗണിക്കുകയും ചെയ്യുവാണെങ്കിൽ ഇത് കണ്ടാണ് നമ്മളുടെ മക്കൾ വളരുന്നത്. അപ്പൊ അവരും വലുതാകുമ്പോൾ നമ്മളോട് ഇത് തന്നെ ചെയ്യുള്ളൂ. അപ്പം നന്നായിട്ട് കെയർ ചെയ്യുക മാതാപിതാക്കളെ, അതുപോലെ അവർക്ക് ആവശ്യമുള്ള പിന്തുണ കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഇതെല്ലാമാണ് നമ്മളുടെ ഈ ഒരു ഹൈക്കിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഇനി നെക്സ്റ്റ് ഹൈക്കുവിലേക്ക് പോകാം. അപ്പോ മൂന്നാമത്തെ ഹൈക്കു നോക്കിക്കേ. ढूंढती रही ബർഫീലി നഗരിമേ നേഹ് കി ആജ്. അപ്പൊ ഇത് ആരുടേതാണ്? കമല നിഹുർപ്പായുടേതാണ്. ലൈൻ എന്താണ്? ढूंढती അന്വേഷിക്കുക, രഹി ബർഫീലി നഗരിമേ. ബർഫീലി എന്ന് വെച്ചാല് മഞ്ഞ് കൊണ്ട് മൂടപ്പെട്ട, നഗരി എന്ന് വെച്ചാല് നഗരത്തില്, നഗരിമേം നഗരത്തില്, നേഹ് സ്നേഹം, ആഞ്ച് ആഞ്ച് മീൻസ് ചൂട് അല്ലെങ്കിൽ തീ. അപ്പൊ വേർഡ് മീനിങ്സ് പറഞ്ഞു, നമുക്കിനി ലൈൻ മീനിങ്സ് നോക്കാം. അതായത് ढूंढती रही ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച്. അതായത് മഞ്ഞു മൂടിയ നഗരത്തില് അതായത് സ്നേഹത്തിന്റെ ചൂട് അല്ലെങ്കിൽ ആ തീ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് സ്നേഹത്തിന്റെ ആ ഒരു ചൂട് എന്ന് വെച്ചാൽ സ്നേഹം അന്വേഷിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് ഈ വരികളിലൂടെ കവി അർത്ഥമാക്കുന്നത്. അപ്പോ എന്താണ് ഇവിടെ ഇത് ആരെ സൂചിപ്പിക്കുന്നതാണ്? അതായത് സമൂഹത്തില് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ആർക്കും വേണ്ടാതെയുള്ള ആൾക്കാരുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് ഇതിന്റെ ഡീപ്പായിട്ടുള്ള മീനിങ്സ് എന്ന് വെച്ചാല് നമ്മൾ എല്ലാവരും എന്താഗ്രഹിക്കുന്ന വ്യക്തികളാണ്? എല്ലാവരും സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. അപ്പോൾ മറ്റുള്ളവരുടെ വെറുപ്പോ അവഗണനയോ ഒന്നുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിന്റെ ആ ഒരു കുറവ്, അതിന്റെ വേദന അത് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ എന്തായി മാറും? നമ്മൾ ഓട്ടോമാറ്റിക് സ്നേഹം അന്വേഷിച്ച് സ്നേഹത്തിന്റെ പുറകെ പോവും അല്ലെ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്നേഹത്തിന്റെ ഒരു കുറവ് വരുമ്പോൾ സ്നേഹം അന്വേഷിച്ച് നടക്കുന്ന ആ ഒരു വേദനയാണ് ഇവിടെ നമ്മൾ കമലാ നിഖുർപ്പ അർത്ഥമാക്കുന്നത്. അപ്പൊ എന്റെ മക്കൾക്ക് മനസ്സിലായോ ഇതെല്ലാം? ഈ 3 ഹൈക്കും മനസ്സിലായോ? അപ്പോൾ മനസ്സിലായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. ഓക്കെ, അപ്പോൾ